കളിക്കില്ലേട്ടാ, മനുഷ്യന് അറ്റാക്ക് വല്ലതും വരും. ഇത്ര ധൈര്യം ഇല്ലാത്ത ആളാണോ സമരം ചെയ്യാൻ പോണേ? കളിക്കാതെ ചേട്ടാ, ഇതെവിടെ നിട്ടിടി? ആലിസിന്റെ. ആ, നീ അതുകൊണ്ട് ആ പൗലോസ് മാമനൊന്ന് പേടിയാക്ക്. ഓ പേടിക്കും. ആ പോലീസുകാരൻ പേടിക്കുമെന്ന് നമുക്ക് നോക്കാല്ലേ, പുലിയെ കണ്ട്. ആ അത് ഐഡിയ. തള്ള എവിടെ? അവിടെ ഉണ്ട്. അവിടെ ഉണ്ട്. എവിടെ ഉണ്ടെന്ന്? അവിടെ ഉണ്ടെന്ന്. നിനക്ക് ഈ വീട്ടിൽ എവിടെ ഉണ്ടെന്ന് അറിഞ്ഞ? തങ്കം, തങ്കം, എടി ഇങ്ങോട്ട് കൊണ്ടുപോവാ തേച്ചെങ്കിൽ. എന്നാടി മക്കളെ ഇത് വിരിച്ചിട്. എവിടെ? എവിടെ? എന്റെ തലയില്. തങ്കം, എടി ഒന്ന് വിളിക്കുന്ന വരാം. എന്ത്? അവളെ മാത്രല്ലേ വിളിക്കുള്ളൂ, എന്നെ വിളിക്കും. എന്തെന്ന്? മോളെന്ന് വിളിക്കും. അയ്യോ മോളെ, മോളെ, അയ്യോ കഷ്ട. അവളെ കൊഞ്ചാൻ കണ്ട സമയം കണ്ടില്ല. എങ്ങോട്ട് കൊണ്ടുപോടി? ഓ മുടിയാണെങ്കിൽ പടി കടന്നെത്തുന്ന പദനിസ്വനം. അവിടെ കിടി തമാശ കളിക്കുന്നു. മേടിച്ചു വെക്കോ. തങ്ക നീ കളിക്കരുത്, എനിക്ക് കളിച്ചോണ്ടിരിക്കാനുള്ള സമയമല്ല, അറിയാലോ. ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഓ ഇന്ന് സന്തോഷിക്കാൻ എങ്ങനെ ഇരിക്കണത്? ഞാൻ പാലായിൽ വന്നതിന് ശേഷം ആദ്യത്തെ പാർട്ടിയുടെ പരിപാടി. ഇതെല്ലാം തീർത്തു വെച്ചേക്കാ തള്ളേ മോളും കൂടെ. ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് സൗന്ദര്യമായി ജനിച്ച ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. പിന്നെ എന്നും പീച്ചുന്നത് നിങ്ങളാ. ഇത് വെയിലത്ത് നിൽക്കാനുള്ളതാ, കിട്ടില്ലെങ്കിലേ. അങ്ങനെ പാലായിൽ വന്നതിന് ശേഷം ആദ്യത്തെ പാർട്ടി പരിപാടി കോട്ടയം കളക്ടറേറ്റ് ഉപരോധം. ഓഹോ, അപ്പൊ തുടക്കവും ഒടുക്കവും ഒക്കെ ക്ലീറ്റോന്റെ കൈ കൊണ്ട്. നിന്റെ ഒടുക്കപ്പ് എന്റെ കൈ കൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇവിടെങ്കിലും ഇറങ്ങുമ്പോ വന്നു നിന്നിട്ട് ഇങ്ങനത്തെ വളവളെന്ന് വർത്താനം പറയരുതെന്ന് പറഞ്ഞിട്ടുള്ളതാ കേട്ടോ. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ എന്തപ്പോ നല്ല കാര്യം എന്തപ്പോ ചെയ്യാൻ പോണേ? ഈ റബ്ബറിന്റെ താങ്ങ വില നിശ്ചയിക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു കർഷകർക്ക് വേണ്ടി ഒരു ചെറിയ സമരം. പിന്നെ കർഷകരുടെ കുറെ പ്രശ്നങ്ങളുണ്ട്. എന്ത് സാധനം? റബ്ബറിന്റെ റബ്ബറിന്റെ താങ്ങ വില ഉണ്ടല്ലോ, അത് സ്ഥിരപ്പെടുത്തണം. റബ്ബറിന്റെ താങ്ങല. അപ്പൊ അതിന് 1 കിലോ റബ്ബർ ഷീറ്റിന് എത്ര രൂപ? 1 കിലോ റബ്ബറിന് പിന്നെ റബ്ബറിനിപ്പം നിങ്ങള് പുറത്തിറങ്ങലേട്ടോ. നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകും. ഇങ്ങനെയുള്ള മുതൽ നിങ്ങൾ മാത്രം ഉണ്ടാവുള്ളൂ. കാര്യമുണ്ട് അവിടെ ചെല്ലുമ്പോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ എഴുതി തരും. പിന്നെ നമ്മുടെ തീപ്പൊരി പ്രസംഗമല്ലേ ബാക്കി. അതുകൊണ്ടോ എവിടെ പിടിച്ചോണ്ട് പോകുന്നു നിന്റെ തള്ള വേണമെങ്കിൽ? പണ്ടൊരു പ്രസംഗം നടത്താൻ പോയത് ഓർമ്മയുണ്ടോ? ഈ ജിമ്മാരി സ്കൂളിൽ എന്റെ പ്രസംഗം കേട്ടല്ലേടി നീ എന്റെ അവിടെ വന്നത് ഇല്ലേ? ആ സ്കൂളിൽ അങ്ങനെയൊക്കെ ഉണ്ട് കഥ. അത് മറ്റേ ചെക്കനെ എഴുതി തന്നാന്നുള്ളത് പിന്നീടല്ലേ ഞാൻ മനസ്സിലായത്. നിന്റെ തള്ള ഉണ്ടല്ലോ ചുമ്മാ പുളു പഠിക്കണ. നീ ചുമ്മാരി നീ അന്ന് എന്റെ പിറകെ കിടന്ന് അതൊക്കെ തന്നെ എന്നെ കൊണ്ട് അധികം പറഞ്ഞിട്ടില്ല. കൊച്ചിനെ ഉപയോഗിച്ച് അനാവശ്യം പറയരുത്. പിന്നെ ഇതിൽ ഒരു സാധനം ഇല്ലോടി. ഇത് എന്താ? ഇതില്ലല്ലോ, അത് വരണ്ടല്ലോ, അത് കരഞ്ഞരഞ്ഞല്ലോ വരുന്നേ. നാളെ മോളും കൂടെ മുഴുവനും തീർത്തോണം കേട്ടോ. ഐശ്വര്യ റോയും സുസ്മിത സെന്നുമാണ്. എന്താ സംശയം? നിങ്ങൾക്ക് കിട്ടിയ 2 നിധികളായി ഇരിക്കുന്നത്. തന്നെ ഇത് വേറെ ആർക്കും ഇനി വേറെ വലുതിനി ഒന്നും വരാനില്ല. വരാനുള്ളത് മുഴുവനും വന്ന് അങ്ങ് ഇരിപ്പുണ്ട്. വരാനുള്ള മുഴുവൻ വന്നിട്ടില്ല. ചെല്ലുമ്പോ കിട്ടും. ഡാഡിയുടെ പ്രസംഗം ടിവിയിലുണ്ട്, നീ ഇരുന്ന് കണ്ടോളാം. പറ്റുമെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം കേട്ടോ. ഡാഡി എപ്പോഴും ഇതാണല്ലോ പറഞ്ഞു. ഇന്നൊരു പ്രസംഗം വന്നിട്ടുണ്ടോ ടിവിയില്? ഞാൻ കണ്ടിട്ടില്ല. നീ നോക്കിയോടി തക്കളി, നിന്റെ പേപ്പർ ഒപ്പിടാൻ നീ വരുമല്ലോ സ്കൂളിലെ മാർക്ക് വരുമ്പോ. അപ്പൊ ഡാഡിയെ വന്ന് സോപ്പ് ഇട്ടോണം, കാണിച്ചു തരാം ഞാൻ കേട്ടാ. മാർക്ക് കുറയണം. ഇത് ഞാൻ ശരിക്കും പറഞ്ഞതാട്ടോ, ഇത് ഞാൻ കളിയാക്കണല്ല. അവിടെ യുദ്ധം ഉണ്ടാവാതെ നോക്കണം. അത് ചിലപ്പം പിക്കറ്റിംഗ് ഒക്കെ നടക്കുമ്പോ ഒന്നും പറയാൻ പറ്റില്ല. പോലീസുകാർ നമ്മുടെ അടുത്ത് മര്യാദക്ക് ഇടപെട്ടാൽ ഞങ്ങൾ വളരെ മര്യാദയായിട്ട് ഞങ്ങളും മര്യാദയുടെ വിഷയമല്ല, എന്തായാലും കിട്ടും നിങ്ങക്ക്. ഒരെണ്ണം ഞാൻ തരും, കളിക്കരുത്. അത് ഏത് അവൻ നമ്മുടെ പാർട്ടി ചേർന്ന? പിന്നെ ബോധമുണ്ട്. പിന്നെ പൗലോച്ചായൻ അവിടെ ഡ്യൂട്ടി ഉണ്ടെന്ന്. കളക്ടറേറ്റില്ല നമ്മുടെ സമരത്തിനാ? എന്ത് വന്നാലും മുഖത്തിനൊന്നും പറ്റാതെ നോക്കണേ. കിണിക്കല്ലേ ഇത്രയും നികൃഷ്ടമായ ഒരു ജീവി. ഞാനോ? അല്ല ഞാൻ. എടി നിനക്ക് നിന്റെ ആങ്ങളെയും നിന്റെ തന്തയും അവര് തന്നെയാണല്ലോ ലോകത്തിലെ ഏറ്റവും 2 മഹത് വ്യക്തികൾ അല്ലേ? ഓ തന്നെ. എനിക്ക് വേറൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ അതല്ലാന്ന് തെളിയിക്കാൻ. നിങ്ങളൊന്നും തെളിയിച്ചിട്ടില്ലല്ലോ.
എടീ കാലം തെളിയിക്കും, നീ നോയിക്കോ. ഇത് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. പൗലോച്ചായൻ വരണുണ്ട്, സൂക്ഷിച്ച് കണ്ടൊക്കെ നിന്നോളണം. അവിടെ ചെന്ന് നിന്ന് വർത്താനം ഉണ്ടാക്കി വെറുതെ തല്ലും പിടി ആക്കരുത്. ഇന്ന് അവിടെ ഡ്യൂട്ടിക്കുണ്ടല്ലേ. ഇന്ന് അളിയനെ ഒന്ന് തിരിച്ചറിയും. ക്ലീറ്റ് ആരാണ് നിന്ന് അവൻ മനസ്സിലാക്കും. എൻ്റെ തീപ്പൊരു പ്രസംഗം കേൾക്കുമ്പോണ്ടല്ലോ അവൻ നമ്മളെ പാർട്ടിയിലോട്ട് വരും. അവനിവിടെ എന്നെ ഒരു വിലയും നിലയില്ല. ഉദ്ഘാടന പ്രസംഗം ഞാനാ. പോലീസ്. അതുകൊണ്ട് ഈ പോലീസ് എന്നൊക്കെ പറയണ എന്താണ് അവൻ? അല്ല ഞാൻ ചോദിച്ചു, അവൻ എങ്ങനെ പോലീസിൽ വന്നത്? അവന്റെ തന്ത മരിച്ച ആ ഇതിൽ കിട്ടിയതല്ലേ? മരിച്ചെന്ന് പറയണ്ട, കൊന്നെന്ന് പറയണ്ട. അനാവശ്യം പറയരുത്. ഈ കാര്യം ഇപ്പൊ ക്ലാരനോട് പറഞ്ഞത്. ഈ കാര്യം അവിടെ ആർക്കും അറിയാൻ പാടില്ല. ഇങ്ങനെ ജോലി കിട്ടിയെന്നുള്ളത്, അപ്പന്റെ ജോലി കിട്ടിയേക്കണെന്നുള്ളത് ക്ലീറ്റോ ദേഷ്യം വരുമ്പോഴത്തേനും അവിടെ നിന്ന് വിളിച്ചു പോരുത്. എങ്ങനെ പറയാതിരിക്കുക? ഈ 3 അടി പൊക്കവും ഈ 13 ഇഞ്ച് നെഞ്ചിളവുള്ള ഇവനൊക്കെ എങ്ങനെ പോലീസിൽ എടുക്കാനാണ്? തീരെ ബുദ്ധിയില്ലാത്ത ക്ലീറ്റോ പാർട്ടിക്ക്. അതെന്റെ ഭാര്യക്ക് ഇത്തിരി ബുദ്ധി കൂടുതലാണെന്ന് അവർ അറിഞ്ഞു. അങ്ങനെയാണ് എന്നെ പാർട്ടിയിലെടുത്തത്. കുറെ നേരമായിട്ട് ദേഷ്യം. അതെ, വളവളാന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന ചായ വല്ലതും ഉണ്ടെങ്കിൽ എടുക്ക്. എനിക്ക് എടുത്തോ, ബിസ്ക്കറ്റ് എടുത്തോ. ഇപ്പോഴല്ലേ കൊച്ചനെ തിന്നത്? ഒരു കാര്യം ചെയ്യും, നീ ഒരു കാര്യം, എനിക്കൊന്നും വേണ്ട, എല്ലാം അവക്ക് കൂടെ അവളെ കൂട്ടുന്നു. ഇങ്ങനെ ഒരു തീറ്റിപ്പണ്ടാരം പെട്ടെന്ന് മുടിയാണെങ്കിൽ ഒതുങ്ങുന്നുമില്ല. തല വെട്ടിക്കള. വേറെ എന്താ പണി ചായ? ഉച്ചയ്ക്ക് ഊണിനുണ്ടാവോ? ഇന്ന് വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇനി റബ്ബർ കർഷകരുടെ കളക്ടറേറ്റ് മാർച്ചുണ്ട്. എന്റെ ആങ്ങളെ ക്ലീറ്റസ് നേതാവ് പങ്കെടുക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല കാര്യല്ലേ? അല്ല, ശരിക്കും നിങ്ങൾ ഒത്തൊരുമയോട് പോയിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്ത് രസമായിരുന്നു. രസമാണ്, പക്ഷെ അത് ഈ ജന്മത്തുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ഈ നാട്ടിൽ എന്ന് കാലുകുത്തി അന്ന് തുടങ്ങി എന്റെ തലവേദന. ഞാനിപ്പോ ഏതാണ്ട് ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന പോലെ ആണല്ലോ എനിക്ക് തോന്നുന്നത്. അത് നിങ്ങൾക്ക് തോന്നണല്ലേ, നിങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്ന, അവർക്കും അത് തന്നെയാ തോന്നണേ. അതെ അതെ, നിന്റെ എല്ലാ തോന്നലും നേരെയാണോന്നില്ല കേട്ടോ, സത്യമാണോന്നില്ല. ഈ കണക്കിന് ഇച്ചായൻ ഇങ്ങനെയാണ് അവനോട് കാണിക്കണമെങ്കിൽ അവര് ഇവിടെ അധികം കാലമൊന്നും ഉണ്ടാവില്ല, അവരവരെ പാട്ടിന് പോകും. അത് തന്നെ എന്റെ ആഗ്രഹം. ആഹാ, എന്തിനാ ഏതിനും അതെ. ഇച്ചായൻ ഒന്ന് പറഞ്ഞ് രണ്ടാമക്കിന അവനെ കുറ്റം പറയും. പപ്പാ, മമ്മി പറഞ്ഞാലും കാര്യമുണ്ട്. എന്താ കാര്യം? ഏത് നേരം അവരോട് വഴക്കുണ്ടാക്കാൻ പോകരുത്. പിന്നെ നമ്മൾ അടവൊന്ന് മാറ്റി പിടിക്കണം. എന്താണോ മാറ്റി പിടിക്കാൻ? സ്നേഹിക്കണം. ഓ, എന്റെ പുതിയൊരു ഐഡിയ. ഓടെ ഇറക്കാം. പപ്പ അതല്ല പപ്പ, അതായത് സ്നേഹിക്കണം. ആര്? ക്ലീറ്റോസ് അങ്കിളിനെ. നീ കാര്യം എന്താ വെച്ചാ പറ, ഒന്ന് കേക്കട്ടെ. എന്താ? അതായത് അടവൊന്ന് മാറ്റി പിടിക്കണം. എങ്ങനെ? ശരിക്കും അവരെ ഒന്ന് സ്നേഹിച്ച് കയ്യിലെടുക്കണം. എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾ ഇന്ന് രണ്ടുപേരും ഒരു സ്ഥലത്തേക്കല്ലേ പോണേ, എന്താ ഉപരോധത്തിനോ? ആ, ഈ അവസരം നമ്മൾ ഉപയോഗിക്കണം. എങ്ങനെ? നീ കാര്യം പറയേ. പപ്പ ഇവിടുന്ന് ഇറങ്ങുമ്പോ പപ്പ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്, എന്നിട്ട് തീരുമാനിക്കും.